അൽഹംദുലില്ലാഹ്. മാസിൻ ഇബ്നു ഖദൂബ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. വലിയൊരു മരം, ചുറ്റുഭാഗത്തും ഒരു 4 മതിൽക്കെട്ട്, മേൽക്കൂരയില്ലാതെ ഒരു മതിൽക്കെട്ടിന് മാസിൻ ഇബ്നു ഖദൂബ റളിയല്ലാഹു അൻഹു ഒമാൻ നിവാസികൾക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ചെന്ന് എന്നുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരു കാലത്ത് ചോദിച്ചു വാങ്ങിയ സ്വഹാബിയാണ് മാസിൻ ഇബ്നു ഖദൂബ റളിയല്ലാഹു അൻഹു. വലിയ മഹത്വമുള്ളവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാടിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയ സ്വഹാബി. അവസാനം സ്വന്തം ആവശ്യവും തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ മുന്നിൽ പറഞ്ഞ് അതിനൊക്കെ പരിഹാരവും പറഞ്ഞു കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ നിന്ന് ആ പരിഹാരങ്ങളുമായി തൻ്റെ നാട്ടിൽ വന്ന് ഇസ്ലാമിക ദഅവത്ത് നടത്തി വല്ലാത്ത മാതൃക കാണിച്ച മഹാൻ വ്യക്തിത്വമാണ് മാസിൻ ഇബ്നു ഖദൂബ റളിയല്ലാഹു അൻഹു. നമ്മുടെ മൊബൈലുകളിലൊക്കെ കാണുന്ന സുന്നി മൻസിലിൽ മഹാനവറുകളുടെ മൗലിദ് വരെ ഉണ്ട്. മാസിൻ ഇബ്നു ഖദൂബ റളിയല്ലാഹു അൻഹു. ഇലൈക റസൂലല്ലാഹി ഖബതു മതിയതി തജൂബുൽ ഫയാഫി മിൻ ഉമാനിൻ ഇലൽ അർജി ലിതശ്ഫഅ ലി യാ ഖൈറ മൻ ബാതി അൽ ഹസ്വ ഫയഗ്ഫിറു ലി റബ്ബി ഫഅർജിഉ ബിൽ ഫലജി. മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ചെന്ന ആ പദ്യത്തിൻ്റെ വരികൾ പിന്നീട് അവിടെ ചെറിയ പെട്ടി വന്നതുകൊണ്ട് പൂർണ്ണമില്ല, ഒക്കെ അവിടെ ഉല്ലേഖനം ചെയ്ത് വലിയ ഒരു സിയാറത്ത് കേന്ദ്രമാണ്. മാഷാ അല്ലാഹ്. ചുറ്റുഭാഗത്തും കൃഷികളും ചെടികളും മരങ്ങളും പാടങ്ങളുമായുള്ള ഈ പുണ്യ സ്ഥലത്ത് സമായിൽ എന്നാണ് ഇങ്ങോട്ട് പേര്. അൽബിദായത്ത് വന്നിഹായിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രത്യേകം ഇവരെ മഹത്വങ്ങൾ 2-ാം വാള്യം 290 അവസാന പേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇവരെ സംബന്ധിച്ച് വിശദമായി യൂട്യൂബിൽ ഉദ്ദേശിക്കുന്നുണ്ട്, സമയം പോലെ ലഭിക്കുന്നതാണ്.